ഹലോ, ലാൽ സലാം സഖാവേ. മണി സഖാവല്ലേ? എന്റെ പേര് ഷമീർ ഷാവുദ്ദീൻ വർക്കല. ഞാനിപ്പോ സൗദി അറേബ്യ എന്നാണ് വിളിക്കുന്നത്. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അതായത് പിന്നെ സഖാവ് ഇപ്പോഴും കടപ്പുറത്ത് തന്നെയാണോ നിൽക്കുന്നത്? മറ്റേ PM ശ്രീ പദ്ധതി കടലിലൂടെ ഒഴുകി വരുന്നത് കാണാൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണോ? സഖാവെ പൊയ്ക്കോ, നടക്കത്തില്ല. PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയുന്ന പദ്ധതി ഒഴിവാക്കി. നമ്മളെ ഇഞ്ചി ഷാജി ഇല്ലേ, KM ഷാജി, പുള്ളി തളർവാദം പിടിച്ച് ICUലാണ്, കിടപ്പിലാണ്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് ഈ തളർന്ന് കിടക്കുന്നത് കൊണ്ട് ഈ ഒന്നും എടുത്ത് എറിയാൻ പാടില്ല, പ്രത്യേകിച്ച് ഈ അറബിക്കടലിലേക്ക് അത്രയും അവിടം വരെ എത്തുന്ന രീതിയിൽ ശക്തമായിട്ടൊന്നും എറിയാൻ പാടില്ല. അതുകൊണ്ട് കുറേ നാളത്തേക്ക് എറിയലൊന്നും വേണ്ട, ബെഡിൽ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ട് PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയുന്ന ആ ഒരു പദ്ധതി സതീശൻ സവർക്കർ സർക്കാർ മാറ്റിവെച്ചിരിക്കുക. കടപ്പുറത്ത് പോയി കടൽ കണ്ടില്ലേ സഖാവേ, അത് തന്നെ വെച്ച്. അതുകൊണ്ട് സഖാവ് പൊയ്ക്കോ, തിരിച്ചു പോയിക്കോ, പരിപാടിയൊന്നും നടക്കത്തില്ല. അതെ. ഓക്കെ. ഇപ്പൊ ഞാൻ ചില ലീഗുകാരെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു, എന്തേ PM ശ്രീ പദ്ധതി അറബിക്കടലിൽ അറിയുന്നില്ലേ എന്ന്. അപ്പൊ അമാരാ പറഞ്ഞത്, ഷാജി സാഹിബ് തളർവാദം പിടിച്ച് കിടപ്പിലായി പോയത് കൊണ്ടാ എറിയാത്തത്, ഇല്ലെങ്കിൽ എറിഞ്ഞേനെന്ന്. അതെ. സഖാവിനി പാരടുത്ത് പറയാനൊന്നും പോകണ്ട. ഓക്കെ സഖാവേ, ലാൽ സലാം, വിപ്ലവ അഭിവാദ്യങ്ങൾ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കൊരു വീഡിയോയും കൂടെ കാണാം. അതുകൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ, ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇലക്ഷന് മുമ്പ് 2 കൈ ഉയർത്തി ഓടിച്ചാടി നടന്ന മനുഷ്യരാ ഇപ്പൊ കണ്ട തളർവാദം പിടിച്ച് കൈയും അനങ്ങുന്നില്ല, കാലും അനങ്ങുന്നില്ല, ശ്വാസം പോലും നേരെ വിടാൻ പറ്റാതെ തളർന്ന് കിടക്കുന്നത് കണ്ട KM ഷാജി. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ടാണ് മനുഷ്യരെ പറയുന്നത്, നിങ്ങൾ അഹങ്കരിക്കരുത്, നിങ്ങൾ ഒന്നുകൊണ്ടും അഹങ്കരിക്കരുത്. അഹങ്കരിക്കാനേ പാടില്ല, മനുഷ്യരായ അഹങ്കാരം പാടില്ല. KM ഷാജിയുടെയൊക്കെ വില ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? തളർവാദം പിടിച്ച് വീട്ടിൽ കിടപ്പിലായില്ലായിരുന്നെങ്കിൽ ആ PM ശ്രീ പദ്ധതി എടുത്ത് അറബിക്കടലിൽ ഇറങ്ങുന്നത് നമുക്ക് കണ്ടുകൂടായിരുന്നോ? സത്യം പറഞ്ഞ KM ഷാജിയുടെയൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. രാഷ്ട്രീയപരമായിട്ടൊക്കെ നമുക്ക് വേർതിരിവുണ്ടാവും. പക്ഷേ KM ഷാജി ഇനി എന്ന് തളർവാദമൊക്കെ നേരെയാക്കി ഡോക്ടർമാർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 വർഷത്തേക്ക് ഇനി നോക്കണ്ടെന്നാ. 5 വർഷം ഇനി എണീക്കാനും നടക്കുവാനും പറ്റൂല, കയ്യും കാലും ഒന്നും അനക്കാൻ പറ്റൂല എന്നാ പറയുന്നത്. എന്നാലും ഷാജിക്ക, നിങ്ങള് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വേങ്ങനയില് എനിക്ക് ഷാജിക്കാടെ വിഷമം കാര്യം ആലോചിക്കുമ്പോ അതും വിഷമം. ഷാജിക്കാക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മൂരികളുടെ അവസ്ഥ ആലോചിക്കുമ്പോ അതിനേക്കാളും വിഷമം. ഇവരെയൊക്കെ കൊണ്ട് പടച്ചോരെ, ഇവർക്കൊക്കെ അള്ളാഹുവേ, 4 മൂരികൾക്ക് നീ വിവരം കൊടുത്തിട്ട് പടച്ചോരെ, 24 മൂരികൾക്ക് നീ വിവരം കൊടുക്കുന്നില്ലല്ലോ അല്ലാ. ഖിയാമത്ത് നാളിന് മുമ്പ് പടച്ചവനെ, 24 മൂരികൾക്ക് നീ കുറച്ചെങ്കിലും വിവരം കൊടുക്കണേ പടച്ചോരെ. അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു.